പ്രിയമുള്ളവരെ, ഈയിടെ ഓൺലൈനിൽ നിന്ന് ഞാനൊരു പുസ്തകം വാങ്ങി. അതോടൊപ്പം എനിക്കൊരു ബുക്ക് മാർക്ക് ലഭിച്ചു. ആ ബുക്ക് മാർക്കിൽ പറയുന്നത് ഇപ്രകാരമാണ്: വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് മുമ്പ് അവൻ 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. പക്ഷേ ഈ വായനയില്ലാത്തൊരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഒരേയൊരു ജീവിതം മാത്രമേ ജീവിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, വായന എന്നത് മനുഷ്യനെ തൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന വശ്യമനോഹരമായ ഒരു കലയാണ്. പലപ്പോഴും അതിനൊരു തടസ്സം നിൽക്കുന്നത് മടിയാണ്. മടി മാറ്റുവാൻ വേണ്ടി വ്യത്യസ്തമായ മോട്ടിവേഷണൽ വീഡിയോസ്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിക്കാറുണ്ടെങ്കിലും റോബിൻ ശർമ്മയുടെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, അറ്റോമിക് ഹാബിറ്റ്, വിസ്മയപുലരി, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ. പക്ഷേ ആരംഭശൂരത്വം എന്നോണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിലെ ടാസ്കുകൾ കൃത്യമായി ചെയ്യുകയും പിന്നീട് പതിയെ പതിയെ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് ലൈബ്രറി മൈൻഡ് സെറ്റിൻ്റെ ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുന്നത്. വശ്യസുന്ദരവും സാരസുന്ദരവുമായ പുസ്തകമാണ് ദ ആർട്ട് ഓഫ് ലേസിനെസ്. കേവലം 70 പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. 200 രൂപയുടെ താഴെയാണ് ഇതിൻ്റെ വില. ഈ പുസ്തകത്തിന് തുടക്കത്തിൽ തന്നെ പൗലോക്കോയുടെ ഒരു കോട്ട് പറയുന്നുണ്ട്. അതായത്, നാം ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടാവും. പക്ഷേ അപ്പോൾ നമുക്ക് സമയമുണ്ടാവുകയില്ല. അതിനാൽ ഇപ്പോൾ തന്നെ നാം ചെയ്തു തുടങ്ങുക. പിന്നീട് ഇതിൻ്റെ ആമുഖത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു, നിങ്ങളും കടന്നു പോകുന്നു. ഒരു മനുഷ്യൻ്റെ ശരാശരി വയസ്സെന്നത് ഏകദേശം 72 വർഷമാണ്. അതായത് 3700 ആഴ്ചകൾ. 30 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1500 ആഴ്ചകൾ ഇപ്പോൾ തന്നെ അവൻ ജീവിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരു ബോധന നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ആമുഖം തുടങ്ങുന്നത്. പിന്നീട് ഇതിൻ്റെ ആമുഖം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ടൈം ഈസ് റണ്ണിങ് ഔട്ട്, സ്റ്റാർട്ട് ലിവിങ് ഔട്ട് നൗ. സമയമിതാ കടന്നു പോകുന്നു, ഇപ്പോൾ തന്നെ ജീവിക്കുക എന്നതിൽ. പിന്നീട് ഈ പുസ്തകം 2 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മൈൻഡ് സെറ്റ് എന്ന ശീർഷകത്തിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ വ്യത്യസ്തമായ നിലയിലേക്ക് മാറ്റുന്ന ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ വ്യത്യസ്തമായ ടിപ്പുകളും ടെക്നിക്കുകളും നൽകി പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ, അദ്ദേഹം ഒരു മുള നട്ടു. അതിന് കൃത്യമായി വെള്ളമൊഴിക്കുകയും വളം നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അത് തളിർക്കുകയോ അതിൻ്റെ വളർച്ചയുടെ യാതൊരു മാറ്റങ്ങളും അദ്ദേഹം കണ്ടില്ല. പിന്നീട് 2ാമത്തെ വർഷവും അദ്ദേഹം നല്ലപോലെ അതിനെ പരിപാലിച്ചു. പക്ഷേ യാതൊരു മാറ്റവും കണ്ടില്ല. 3ഉം 4ഉം കൊല്ലം തദൈവ തന്നെ അവസ്ഥ. ഒടുവിൽ 5ാമത്തെ കൊല്ലം ഇതെല്ലാം നിർത്തിപ്പോകാം എന്നായപ്പോൾ അദ്ദേഹം ആ മുളയുടെ ചെറിയൊരു തളിർപ്പ് കണ്ടു. പിന്നീട് 6 ആഴ്ച കൊണ്ട് 60 അടിയോളം ഉയരത്തിലേക്ക് ആ മുള വളർന്നു. പ്രിയമുള്ളവരെ, സക്സസ് അഥവാ വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. കൃത്യമായ ഹാർഡ് വർക്കിനൊടുവിലാണ് നമുക്ക് ലഭിക്കുക എന്ന പാഠങ്ങൾ വ്യത്യസ്തമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ഈ പുസ്തകം നമുക്ക് പകർന്നു നൽകുന്നു. ഈ പുസ്തകത്തിൽ പിന്നീട് 3 വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ വളരെയധികം ആഗ്രഹിക്കുകയും പക്ഷേ അതിനുവേണ്ടി യാതൊന്നും ചെയ്യാതെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്ന നിലയിലിരിക്കുന്ന ആളുകൾ. അവർ ഒരിക്കലും വിജയിക്കുകയില്ല. 2ാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കൃത്യമായി പരിശ്രമിക്കുകയും പക്ഷേ പരിശ്രമത്തിനിടെ ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ വിട്ടെറിഞ്ഞിട്ട് പോകുന്ന ആളുകൾ. അവരും വിജയിക്കുകയില്ല. 3ാമതായ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ വളരെ ആഗ്രഹത്തോടുകൂടി വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും അതിനിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും വകവയ്ക്കാതെ തൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പായുന്ന ആളുകൾ. അവരാണ് യഥാർത്ഥത്തിൽ വിജയികളായി തീരുക. ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഈ പുസ്തകം നമുക്ക് പകർന്നു നൽകുന്നു. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരിക, കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുക, ഡെയിലി റൊട്ടീൻ സെറ്റ് ചെയ്യുക, അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ. ഈ പുസ്തകം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളിന്ന് ഈ പുസ്തകം വായിച്ചു തീരുന്നത് പോലെ ഒരിക്കൽ നിങ്ങളുടെ ജീവിതവും അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു തീർക്കേണ്ടതൊക്കെ ഇപ്പോൾ തന്നെ വായിച്ചു തീർക്കുക. നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ തന്നെ സഞ്ചരിക്കുക. നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. പ്രിയമുള്ളവരെ, ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ താളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അഭികാമ്യമായ പുസ്തകമാണ് ദ ആർട്ട് ഓഫ് ലേസിനെസ്. ഈ പുസ്തകം ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.